നമസ്കാരം. ഡി ഫോക്കസ് തുടങ്ങുന്നു. ജിഷയുടെ ഘാതകൻ അറസ്റ്റ്. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയായ ജിഷയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. ഇയാളെ ജിഷ കളിയാക്കിയതിലുള്ള മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് വെച്ചാണ് അമീറുൽ ഇസ്ലാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കൊലയ്ക്ക് ശേഷം അസമിലേക്കും പിന്നീട് കാഞ്ചീപുരത്തേക്കും പ്രതി കടന്നു. മറ്റൊരു സ്ത്രീ അടിച്ചതുമായി ബന്ധപ്പെട്ട് കളിയാക്കിയതിന്റെ പകയാണ് കൃത്യം നടത്താൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൊലയ്ക്ക് ശേഷം സിം കാർഡ് ഉപേക്ഷിച്ചാണ് ഇയാൾ കടന്നത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്താനായി. സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ചെരുപ്പുകളാണ് നിർണായകമായ തെളിവുകളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. ചെരുപ്പിൽ നിന്ന് കിട്ടിയ രക്തക്കറ, ചെരുപ്പ് വിറ്റ കടയുടെ ഉടമയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ എന്നിവ കേസിൽ നിർണായകമായി. പിന്നീട് DNA-യും പ്രതിയുടേതുമായി ചേർന്നു. ഇനി കണ്ടെത്താനുള്ളത് കൃത്യം നടത്താൻ ഉപയോഗിച്ച ആയുധങ്ങളാണ്. ഇതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. മീഡിയ 1 കൊച്ചി. ജിഷ വധക്കേസിൽ പ്രതിയായ അസം സ്വദേശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ADGP B സന്ധ്യ. അമീറുൽ ഇസ്ലാം എന്ന 23-കാരനെ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ജിഷയുടെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച DNA അമീറുൽ ഇസ്ലാമിന്റേതാണെന്ന് സ്ഥിരീകരിച്ചതായി പോലീസ് അറിയിച്ചു. 5000-ലധികം ആളുകളുടെ വിരലടയാളം ശേഖരിച്ചതായും 1500-ലേറെ പേരെ ചോദ്യം ചെയ്തതായും 20 ലക്ഷം മൊബൈൽ ഫോൺ കോളുകൾ പരിശോധിച്ചുവെന്നും പോലീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മുൻവൈരാഗ്യം മാത്രമല്ല ജിഷയെ കൊലപ്പെടുത്താൻ കാരണമെന്ന് പറയാൻ കഴിയില്ലെന്ന് ADGP B സന്ധ്യ. പ്രതി കുറ്റം ചെയ്തുവെന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സന്ധ്യ ആലുവയിൽ പറഞ്ഞു. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കോടതിയിൽ ഹാജരാക്കാനുണ്ട്. അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. വൈരാഗ്യം എന്ന് പറയാൻ പറ്റില്ല. കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ ഉണ്ട് ആലുവയിൽ നിന്നൊപ്പം. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദും കൊച്ചിയിൽ നിന്ന് സനൂപ് ശശിധരനും ഉണ്ടാകും വിവരങ്ങൾ നൽകാൻ. ആദ്യം ടോബിയിലേക്ക്. ടോബി, ഇതുവരെ മുൻവൈരാഗ്യമാണ് ജിഷയെ കൊലപ്പെടുത്താൻ കാരണമെന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ IG പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുൻവൈരാഗ്യം മാത്രമാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണോ? തീർച്ചയായിട്ടും ഇത് ഒരു അല്ല എന്ന് തന്നെയാണ് ADGP B സന്ധ്യ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു എന്തെങ്കിലും ഒരു വൈരാഗ്യം ആ സമയത്തുണ്ടായതാകാം, അല്ലെങ്കിൽ അതിനോട്, അതായത് നേരത്തെ ഉള്ള ഒരു വൈരാഗ്യമായി ഇതിനെ കാണാൻ സാധിക്കത്തില്ല. അതായത് നേരത്തെ ബന്ധമുണ്ടായിരുന്നു പറയുമ്പോൾ കൂടിയും നമുക്കറിയാം, നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ചില പോലീസ് വൃത്തങ്ങളിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്, ചില പ്രശ്നങ്ങൾ ഇവരുമായി ഉണ്ടായിരുന്നു. അതായത് കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കിയതുമായി ബന്ധപ്പെട്ട് ഈ ജിഷയും അതുപോലെ തന്നെ ഈ കൊല നടത്തിയ ആളുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ദിവസം തന്നെ, ഈ കൊല നടക്കുന്ന ദിവസം ഇവരുമായി രാവിലെ ഇതുപോലെ സമാനമായ രീതിയിൽ ചില വാക്കുതർക്കം ഉണ്ടായി. അതിനെ തുടർന്നാണ് കൊല നടന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ADGPയുടെ വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മുൻവൈരാഗ്യമല്ല എന്ന് തന്നെ വേണം കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും പ്രതി പിടിയിലായിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് പോകേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കിയതിനു ശേഷമേ ഇക്കാര്യങ്ങളിലെല്ലാം ഏത് സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ഈ കൊല നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതിനുശേഷം മാത്രമേ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ കഴിയൂ എന്നാണ് ADGP പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് ജിഷയുടെ അമ്മയെ പോയി ADGP സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ജിഷയുടെ വീടും സന്ദർശിച്ച ശേഷമാണ് ഇപ്പോൾ മടങ്ങി വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. മറ്റ് നടപടികളിലേക്ക് ഉടൻ തന്നെ അന്വേഷണ സംഘം കടക്കും. 1500 പേരുടെ മൊഴികൾ, അതുപോലെ തന്നെ 5000-ഓളം പേരുടെ ഫിംഗർ പ്രിന്റ്, അതുപോലെ തന്നെ 20 ലക്ഷത്തോളം പേരുടെ ഫോൺ രേഖകൾ, ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് നാളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ DNA പരിശോധനാ ഫലവും വളരെ നിർണായകമായി എന്ന് തന്നെ വേണം പറയാൻ. കൂടാതെ കോടതിയുടെ മേൽനോട്ടത്തിൽ DNA പരിശോധനാ ഫലം പരിശോധന നടത്തേണ്ടതുകൂടി ശേഷം കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തമായൊരു മറുപടി അന്വേഷണ സംഘം പറയൂ എന്നാണ് ADGP പറഞ്ഞിരിക്കുന്നത്. ടോബി തുടരുക. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഏകദേശം 1.5 മാസത്തോളം നീണ്ടുനിന്നു അന്വേഷണം. വിപുലമായ രീതിയിൽ തന്നെ അന്വേഷണം നടക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനാർഹമായ കാര്യം തന്നെയല്ലേ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്? ഇപ്പോൾ തീർച്ചയായും കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു വലിയ പൊൻതൂവലാണ് ജിഷ വധക്കേസിലെ പ്രതിയെ കണ്ടെത്താനായത് എന്നത്.
ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടത് ആദ്യത്തെ അന്വേഷണ സംഘം. ആ അന്വേഷണ സംഘത്തിനെതിരായ അടിസ്ഥാനരഹിതമായ ഒരുപാട് ആരോപണങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ചർച്ച ചെയ്തു. കൃത്യസമയത്ത് തെളിവുകൾ ശേഖരിക്കാതെ അല്ലെങ്കിൽ ഗൗരവം കൊടുക്കാതെ ആ കേസ് കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ആ അന്വേഷണ സംഘം ജിഷയുടെ ശരീരത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും കിട്ടിയ ഒരു ഉദാഹരണത്തിന് ഡി എൻ എ പ്രൊഫൈലിന് വേണ്ടിയിട്ട് കിട്ടിയ മുടിയും വസ്ത്രത്തിൽ നിന്ന് കിട്ടിയ DNA പ്രൊഫൈലും അത് അവിടെ പ്രത്യേകം പറയുവാനുള്ളത്, ഇന്ത്യ രാജ്യത്ത് ഒരു കേസിൽ ആദ്യമായിട്ടാണ് പ്രതിയെ കിട്ടാതെ ഉമിനീരിൽ നിന്ന് DNA പ്രൊഫൈൽ എടുത്തുകൊണ്ട് അന്വേഷണത്തിന് സഹായമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അത്തരത്തിൽ വളരെ ശാസ്ത്രീയമായ തെളിവുകൾ അന്നത്തെ അന്വേഷണ സംഘം ശേഖരിച്ചു വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രതിയെ പിടിച്ച് കേരളത്തിന്റെ അഭിമാനം, വിശേഷിച്ച് കേരളത്തിലെ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുവാൻ കഴിഞ്ഞത്. ആ അന്വേഷണ സംഘത്തിനെതിരായി രാഷ്ട്രീയ പ്രേരിതമായി ഇന്നത്തെ CPM നേതാക്കൾ, ഇന്നത്തെ മന്ത്രിമാർ അടക്കമുള്ളവർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ നടത്തിയ ആരോപണങ്ങൾ പിൻവലിക്കാൻ തയ്യാറാകേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് പുതിയ അന്വേഷണ സംഘത്തിന്റെ മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ കാലിബറിനെ ഒന്നും തന്നെ തള്ളിപ്പറയുന്നില്ല. അവരെല്ലാം തന്നെ കേരളത്തിന്റെ മുതൽക്കൂട്ടായ ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷേ ഭരണത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ യഥാർത്ഥ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ആണെന്ന് തോന്നുന്ന വിധത്തില്, അല്ലെങ്കിൽ 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊലക്കേസുകളെയും സ്ത്രീപീഡന കേസുകളെയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉചിതമല്ല എന്ന വലിയൊരു സന്ദേശമാണ് ജിഷയുടെ വധക്കേസ് നൽകുന്നത്. ഒരു വ്യത്യാസം മാത്രം, ഈ അന്നത്തെ അന്വേഷണ സംഘം നടത്തിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരേ ഒരു കാര്യം മാത്രമേ ഇന്നത്തെ അന്വേഷണ സംഘത്തിന് കിട്ടിയുള്ളൂ. അതായത് ഈ പ്രതി അന്ന് 28-ാം തീയതി കൊലപാതകം നടന്നതിന് ശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി. ആ ഫോൺ പിന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. 29-ന് പുതിയ അന്വേഷണ സംഘം വന്നു. മെയ് 29-ന് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തു. അതിനുശേഷം ഈ പ്രതിയെ ട്രേസ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞു. അത് മുൻ അന്വേഷണ സംഘമായിരുന്നെങ്കിലും ചെയ്യും, ഈ അന്വേഷണ സംഘമാണെങ്കിലും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ജിഷയുടെ പ്രതിയെ പിടിച്ചത് അങ്ങേയറ്റം ആശ്വാസദായകമാണ് എന്ന് ഞാൻ അടക്കമുള്ള ശ്രീമതി ബിന്ദുകൃഷ്ണൻ, ഞാൻ തിരിച്ചു വരാം. അന്വേഷണ പ്രസിഡന്റ് കെ അജിത ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി കെ അജിത, വലിയൊരു ജാഗ്രത പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതൊരു സമ്മർദ്ദ ശക്തിയായി പോലീസിന് മുകളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിൽ പോലും അന്വേഷണം വഴിമാറി പോകാതെ കൃത്യമായ ജാഗ്രത പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇനി ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ജിഷമാർ ഇനി ആവർത്തിക്കാതിരിക്കാനാണ്. അതിലേക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യും? അത്തരം കാര്യങ്ങൾ കൂടി ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ലേ ഇത്? അതിനു മുമ്പ് ഇപ്പൊ ഈ പ്രതിയെ പിടിച്ചതിനെ സംബന്ധിച്ച് പോലീസിന്റെ വെർഷൻ പൂർണ്ണമായി വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു ആസാമീസ് യുവാവാണ് ഇതിന്റെ പുറകിലുള്ളതെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തെളിവുകളൊക്കെ ചിലപ്പോൾ അയാൾക്ക് എതിരായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഇൻവോൾവ്മെന്റ് വ്യക്തമാക്കുന്നതായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, അയാളൊരു വാടക കൊലയാളിയാവാനാണ് സാധ്യത. അല്ലാതെ അപ്പൊ യഥാർത്ഥത്തിലുള്ള ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ പ്രചോദനം അത് ശരിക്കും പരിശോധിക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. അല്ലാതെ ഇത് ഒരു എന്താ പറയാ, അതോടുകൂടി പ്രതിയെ പിടിക്കുന്ന ആ പ്രക്രിയ അവസാനിച്ചു, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കോസ് കിട്ടി, ഇവന് വലിയ വൈരാഗ്യമാണ്, ഇങ്ങനെ ഓരോ കഥകളൊക്കെ വരുന്നുണ്ട്. ഈ കഥകളെല്ലാം വിശ്വസിക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി കെ അജിത, ഇപ്പോഴും പോലീസ് പരസ്യമായ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇക്കാര്യത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്താനുണ്ട് എന്നത് തന്നെയല്ലേ? ആയിരിക്കാം. പോലീസിന്റെ വെർഷൻ മുഴുവൻ വരട്ടെ. ഈ കഥകളെല്ലാം പോലീസിന്റെ ഭാഷ മൊത്തത്തിൽ ഇപ്പൊ, കാരണം ആസാമീസ് ഭാഷ ആർക്കും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല, അയാൾക്കൊന്നും പറയാനും പറ്റില്ല. പൊതുവെ ഇത്തരത്തിലുള്ള അന്യ നാട്ടിലെ തൊഴിലാളികൾ, അന്യ രാജ്യങ്ങളിലെ തൊഴിലാളികൾ, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മോട് ശരിക്കും ഭയമാണ് അവർക്ക്. നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് അവർ വരില്ല. അവര് പൊതുവെ ഇത്തരത്തിലുള്ള ക്രിമിനൽസ് ആവാൻ വളരെ പ്രയാസമാണ്. എങ്കിൽ പോലും ഇനിയിപ്പോ അങ്ങനെ ഒരു ക്രിമിനൽ ആയി തന്നെ വെക്കുക ഇയാള്, അതിന്റെ പുറകിലുള്ള താല്പര്യങ്ങൾ വേറെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ദുരൂഹത എപ്പോഴും ഉണ്ട്, തെളിയിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ടും. റൈറ്റ്. ശ്രീമതി കെ അജിത, ഞാൻ തിരിച്ചു വരാം. ഞങ്ങളുടെ പ്രതിനിധി റഹീസ് റഷീദ് കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റഹീസ്, ഒരുപക്ഷെ
പുതിയ സർക്കാരിന് മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാമായിരുന്നു ജിഷ കേസിലെ കൊലയാളി അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനമായി പോലും അത് വന്നു. പുതിയൊരു അന്വേഷണ സംഘത്തെ മാറ്റി. ആ സമയത്തൊക്കെ വലിയ വിവാദമായതാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ വിവാദമായ ഒരു കേസ് കൂടിയാണിത്. ഇപ്പോൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളല്ലേ? സർക്കാർ തന്നെ ഇത് വലിയൊരു നേട്ടമായി ഉയർത്തിക്കാണിക്കാനല്ലേ ഇപ്പോൾ ശ്രമിക്കുന്നത്? സായ്കുമാർ, പോലീസ് തലപ്പത്തെ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് ചീഫായിരുന്ന TP സെൻകുമാറിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിവാദങ്ങൾ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ TP സെൻകുമാറിനെ മാറ്റാനുണ്ടായ പ്രധാന കാരണമായി സർക്കാർ കേന്ദ്ര അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണലിനെ അറിയിച്ചത് സംസ്ഥാനത്ത് ജിഷ വധക്കേസ് അടക്കമുള്ള ചില കേസുകളിൽ പോലീസിന് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 27 അനുസരിച്ചാണ് TP സെൻകുമാറിനെ മാറ്റുന്നത് എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ഇതിനെ സ്വാധീകരിക്കുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു സർക്കാർ എടുത്തത് എന്ന് ഇന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി കൂടി തന്നെ മനസ്സിലാകുന്നു. ഈ കേസന്വേഷണത്തിൽ DGP ലോക്നാഥ് ബെഹ്റ ജൂൺ 5-ാം തീയതിയാണ് അദ്ദേഹം പെരുമ്പാവൂരിലെ ജിഷയുടെ വീട് സന്ദർശിച്ചത്. ഒറ്റയ്ക്ക് അദ്ദേഹം ഇതിനു മുമ്പ് NIA-യിലും CBI-യിലും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നതിൻ്റെ ഒരു കഴിവ് പുറത്തെടുത്ത് തന്നെ അദ്ദേഹം ഈ സംഭവ സ്ഥലത്ത് എത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ പ്രതിയെ കണ്ടെത്താൻ ഏറ്റവും പ്രത്യേകമായി കണ്ടെത്തിയ ചെരുപ്പ് ഇതിന് മുമ്പത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ TP സെൻകുമാറിന്റെ കാലത്ത് തന്നെ ഈ ചെരുപ്പ് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ ചെരുപ്പ് പോലീസ് അന്വേഷണത്തിൽ ഈ ചെരുപ്പുമായി ബന്ധപ്പെട്ട കഥ ഇറങ്ങിയത് ഈ കേസ് അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടി ആരോ ചെരുപ്പ് ഉപേക്ഷിച്ചതാണ് എന്നായിരുന്നു ആ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതിന് റൂറൽ SP ആയിരുന്ന യതീഷ് ചന്ദ്ര അടക്കമുള്ളവർ പറഞ്ഞ ന്യായീകരണം, 2 ചെരുപ്പും ഒരു കാരണവശാലും ഒരു സ്ഥലത്ത് തന്നെ ഊരിയിട്ടിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. ഓടുമ്പോൾ ചെരുപ്പ് ഊരി പോവുകയാണെങ്കിൽ ഒരു ചെരുപ്പായിരിക്കും മാത്രമായിരിക്കും കിട്ടുക, അതല്ലെങ്കിൽ മറ്റു ചെരുപ്പ് വേറെ ഏതെങ്കിലും സൈഡിലായിരിക്കും കിട്ടുക എന്ന ന്യായീകരണമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ജൂൺ 5-ന് ലോക്നാഥ് ബെഹ്റ ഈ സംഭവ സ്ഥലത്തെത്തി ഈ ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ അതിന് തൊട്ടപ്പുറത്ത് ഒരു കനാലാണുള്ളത്. ഈ കനാലിലൂടെ പ്രതിക്ക് നീന്തി രക്ഷപ്പെടാൻ വേണ്ടി ഈ ചെരുപ്പ് അവിടെ ഊരിയിട്ടിരിക്കുന്നതാണ് എന്ന നിഗമനത്തിലായിരുന്നു അദ്ദേഹം എത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന B സന്ധ്യയോട് ഈ ചെരുപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ അദ്ദേഹം പറയായിരുന്നു. ആ അന്വേഷണത്തിലാണ് പ്രതിയെ കിട്ടിയത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് നേരത്തെ സായ്കുമാർ പറഞ്ഞ പോലെ ഏറ്റവും വെല്ലുവിളി നേരിട്ട ഒരു അവസ്ഥ മാറി ഇപ്പോൾ വളരെയധികം അഭിനന്ദനം നേരിടുന്ന ഒരു അവസ്ഥയിലെത്തിയത് സർക്കാരിന്റെ കൂടി ഒരു വിജയമായി കണക്കാക്കാം. ഇതാണ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനിയും പോലീസിന് മുന്നിൽ നിയമപരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത്തരം നടപടികളെ കുറിച്ച് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ടോബി ജോൺസണും സനൂപ് ശശിധരനും കൂടിയുണ്ട് വിവരങ്ങൾ നൽകാൻ. വളരെ പെട്ടെന്ന് തിരിച്ചുവരാം ചെറുകിട വേളയ്ക്ക് ശേഷം. റൈറ്റ്, കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സനൂപ് ശശിധരൻ കൂടിയുണ്ട്. സനൂപ്, ഇനി എന്തൊക്കെ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും? കാരണം ഇപ്പോഴും പൂർണ്ണമായ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. ഇനിയും ഒരുപാട് നടപടികൾ വ്യക്തമാക്കേണ്ടതുണ്ട്. തിരക്കിട്ട് ഏറ്റവും ഗൗരവപൂർവമായ ജോലി തന്നെയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് ADGP സന്ധ്യ പറഞ്ഞത്. ഇനി എന്തൊക്കെ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാനുണ്ട്? റൈറ്റ്, സനൂപ് ശശിധരനിലേക്ക് തിരിച്ചു വരാം. ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, നേരത്തെ K അജിത പറഞ്ഞത് ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പോലീസിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അവർ ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? റൈറ്റ്, K അജിത ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി K അജിത, ഇപ്പോൾ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, പോലീസ് ഭാഷയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. നേരത്തെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും വിവരശേഖരം നടത്തും. ഇവർ അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രതിപട്ടികയിലുള്ള ആളുകളാണോ, കുറ്റകൃത്യം ചെയ്തവരാണോ എന്നതടക്കമുള്ള വിവരങ്ങൾ എടുക്കും എന്ന് പല തവണ നമ്മുടെ അധികാരികൾ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതൊന്നും തന്നെ ഇതുവരെ നടപ്പിലായിട്ടുമില്ല. അതിലേക്കുള്ള അല്ലെങ്കിൽ അക്കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ടതിലേക്കല്ലേ ഈ സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്? റൈറ്റ്, ടെലിഫോൺ ലൈനിൽ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. എന്തായാലും ജിഷ വധക്കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തമിഴ്നാടിനടുത്തുള്ള കാഞ്ചീപുരത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? തീർച്ചയായും കേൾക്കാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ K അജിതയെ പോലെയുള്ള ആളുകൾ പറയുന്നത് പോലീസ് ഭാഷ്യം
പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. ഇത് ഒരു വാടക കൊലയാളി ആയിരിക്കാം എന്നതടക്കമുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും അത്തരം സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിൽ കുറ്റകൃത്യം നിർവഹിച്ചത് ഈ പ്രതി തന്നെയാണെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെ വിശദീകരണത്തിൽ നിന്നും മറ്റ് ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അങ്ങനെയാണ് വ്യക്തമാകുന്നത്. മറിച്ച് ഇനി അന്വേഷണം ഏതൊക്കെ കോണിലേക്ക്, എന്തായാലും ഇതിന്റെ സത്യം പുറത്തു വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഉണ്ടോ എന്നുള്ളത് ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും അവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുവഴിക്ക് അങ്ങനെ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവർ ആ വഴിക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, നേരത്തെ കോടിയേരി ബാലകൃഷ്ണനൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ സംഘം അവഗണിച്ച തെളിവുകളാണ് ഇതിൽ നിർണായകമായത് എന്നാണ്. കാരണം ഇതിൽ ഏറ്റവും നിർണായകമായി എന്നിപ്പോൾ പോലീസ് അവരുടെ പത്രക്കുറിപ്പിലടക്കം പറഞ്ഞിട്ടുള്ള ചെരുപ്പ് മുൻ അന്വേഷണ സംഘം കാര്യമായ രീതിയിൽ പരിഗണിക്കാത്തൊരു തെളിവായിരുന്നു. അങ്ങനെ ചെയ്യില്ല ഒരു കുറ്റവാളി എന്നുള്ള രീതിയിലുള്ള നിഗമനത്തിലാണ് എത്തിയത്. പക്ഷേ ആ ചെരുപ്പിലൂടെയാണ് അതിലെ നിർണായക വഴിത്തിരിവിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അതുകൊണ്ട് പല തെളിവുകളും നിർണായകമാകുന്ന പല തെളിവുകളും പഴയ അന്വേഷണ സംഘം വേണ്ട വിധം മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ള ആരോപണം ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ഈ കേസ് തുടക്കം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആൾ പരാമർശം ശരിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഉപേക്ഷിക്കപ്പെട്ട ചെരുപ്പ് അന്നത്തെ അന്വേഷണ സംഘം അവഗണിച്ച് അത് ബന്ദോബസ്തിൽ എടുക്കാതിരുന്നുവെങ്കിൽ ഈ പറയുന്ന വാദം ശരിയാണ്. മറിച്ച് ആ ചെരുപ്പിൽ ബ്ലഡ് കണ്ടെത്തുകയും അത് ബന്ദോബസ്തിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്തത് അന്നത്തെ അന്വേഷണ സംഘമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏതാണ്ട് ഭൂരിപക്ഷം മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും വിശേഷിച്ച് കേരളത്തിലെ CPM നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ LDF-ഉം ഈ അന്നത്തെ അന്വേഷണ സംഘം ഇതുപോലെ ഈ കൊല്ലപ്പെട്ട ജിഷയുടെ ശരീരത്തിൽ നിന്നും ആ പരിസരത്തു നിന്നും തെളിവുകൾ ശേഖരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ആരെയോ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ആരുടെയോ സമ്മർദ്ദം കൊണ്ട് തെളിവുകൾ ശേഖരിച്ചില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇന്ന് ഈ പുതിയ അന്വേഷണ സംഘം 27-ാം തീയതി ചാർജ് എടുത്ത പുതിയ അന്വേഷണ സംഘം പഴയ ടീമിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് തെളിവാണ് കണ്ടെടുത്തത്? അന്ന് അവർ ശേഖരിച്ചു വെച്ചിരുന്നതല്ലാതെ പുതിയൊരു തെളിവ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞോ? അതും പോകട്ടെ, ഇന്നത്തെ കേരളത്തിന്റെ DGP അദ്ദേഹത്തിന്റെ അവധാനതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. മറിച്ച് ഒരു സംശയം ചോദിക്കുകയാണ്. ഇന്നത്തെ DGP എന്ത് നിർദ്ദേശമാണ്, എന്ത് ഇൻസ്ട്രക്ഷനാണ് ഈ അന്വേഷണ സമിതിക്ക് റിട്ടേൺ ആയി കൊടുത്തിട്ടുള്ളത്? മുൻപ് DGP കൊടുത്തത് തന്നെയാണ്. അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മുൻ ടീമെന്നും ഇപ്പോഴത്തെ ടീമെന്നും വേർതിരിച്ച് കാണാതെ എല്ലാവരും ചെയ്തിട്ടുള്ള കർത്തവ്യങ്ങളെ നമ്മൾ പരിശോധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതാണ്. പോലീസിന് എന്റെ പോലീസ്, നിങ്ങളുടെ പോലീസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ കേരള പോലീസ് നടത്തിയ സ്തുത്യർഹമായ സേവനത്തിന്റെ മഹത്തായ പത്രമാണ് ജിഷ വധക്കേസ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഞങ്ങളുടെ പ്രതിനിധി സനൂപ് ശശിധരൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. സനൂപ്, എന്തായാലും പ്രതിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പത്രക്കുറിപ്പിലൂടെ അല്ലാതെ ഇപ്പോഴും പോലീസ് വ്യക്തമായിട്ടില്ല. പല നടപടികൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നാളെ ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ ചിത്രം ഒരു വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ പോലീസ് വ്യക്തമാക്കുമെന്നാണോ കരുതേണ്ടത്? പോലീസ് വാർത്താ സമ്മേളനം മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രതി ജിഷയുടെ വീടിന് അടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത് എന്ന് പറയുന്നു. നാട്ടുകാർ പറഞ്ഞ മഞ്ഞ ഷർട്ടിട്ട ഒരാൾ കനാല് കടന്ന് പോകുന്നു എന്ന് പറഞ്ഞു. ആ പ്രദേശത്ത് താമസിക്കുന്ന ആളായിരുന്നുവെങ്കിൽ നാട്ടുകാർക്ക് നേരത്തെ തന്നെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. ഇയാളെ കുറിച്ച് ജിഷയുടെ അമ്മയോ അല്ലെങ്കിൽ സഹോദരിയോ ഏതെങ്കിലും തരത്തിലുള്ള പരാതി പോലീസിനോട് സംശയം പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത്തരം ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഇത്തരം മാത്രവുമല്ല, ജിഷയുടെ ശരീരത്തിൽ കണ്ടെത്തിയെന്ന് പറയുന്ന മദ്യത്തിന്റെ അംശം കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്നു. ഇതെല്ലാം എങ്ങനെ വന്നു തുടങ്ങിയ പല ചോദ്യങ്ങളും ഉത്തരം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് മനഃപൂർവ്വം ഒരു വാർത്താ സമ്മേളനം ഒഴിവാക്കുന്നു എന്നാണ് പൊതുവെ സംശയിക്കപ്പെടുന്നത്. മാത്രവുമല്ല, ഇനി പ്രതിയെ കൊണ്ടുവന്ന് തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട്. ഇദ്ദേഹം തന്നെയാണോ കനാൽ കടന്നു പോയത് എന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലെ സ്ത്രീയാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഇവർ തന്നെയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒപ്പം ജിഷയുടെ അമ്മയെ എടുത്തുകൊണ്ടുവന്നു മുമ്പ് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഒരുപക്ഷെ ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെയോ കൊണ്ടുവന്ന് തിരിച്ചറിയൽ പരേഡുകളും തെളിവെടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇദ്ദേഹം പ്രതി ജിഷയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെയും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. കനാല് പറ്റിച്ചെല്ലാം വലിയ തോതിൽ തന്നെ ഇരിങ്ങൽക്കാവ് മുഴുവനും അരിച്ചുപറിക്കെങ്കിലും അത് കണ്ടെത്താനായിട്ടില്ല. ആ ആയുധം കണ്ടെത്തേണ്ടതുണ്ട്. DNA ഫലം മാത്രമാണ് ഇപ്പോൾ പ്രതിയുടേതാണ് എന്ന് പോലീസിന് ടോബി കൂടി ഉണ്ട് ഇപ്പോൾ ആലുവയിൽ നിന്ന്.
ടോബി, ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന എന്താണ്? വളരെ പ്രധാനപ്പെട്ട തെളിവായ ആയുധമടക്കമുള്ളവ ഇനി കണ്ടെത്തേണ്ടതുണ്ട്, തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്, നിയമപരമായ ഒട്ടേറെ നടപടികളുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിലൊക്കെ കൃത്യമായൊരു മറുപടി ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ടോ? തീർച്ചയായിട്ടും സനൂപ് പറഞ്ഞ പോലെ തന്നെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷണ സംഘത്തിന് നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാകാം ഒരു വിശദമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ നിന്ന് പോലീസ് പിന്മാറിയത്. എന്നാൽ വ്യക്തമായിട്ട് ADGP പറഞ്ഞ ഒരു കാര്യം, ഇതൊരു മുൻവൈരാഗ്യമല്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്ത് കാരണമാണ്, ഏത് സാഹചര്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊരു മറുപടി അന്വേഷണ സംഘം നൽകേണ്ടതുണ്ട്. ഇത് എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം, പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അന്വേഷണ സംഘം വ്യക്തമായൊരു മറുപടി നൽകുമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ കൊലപാതകം നടന്നത്, എന്ത് മോട്ടീവായിരുന്നു, ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകേണ്ടതുണ്ട്. നേരത്തെ വാർത്തകൾ വന്നത് പ്രകാരം ജിഷയുമായി ഈ പ്രതിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. വീട് വളരെ അടുത്തറിയാവുന്ന ഒരാൾ, അതായത് ഈ ജിഷ ഈ സമയത്ത് ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത് എന്നറിയാവുന്ന ഒരാളാണ് കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്നും കൂടാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ഇതാണ് കൊലയിലേക്ക് നയിച്ചതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കനാലിൽ കുളിച്ചുകൊണ്ടിരുന്ന ചില സ്ത്രീകളെ ഒളിഞ്ഞു നോക്കിയതുമായി ബന്ധപ്പെട്ട് ജിഷയുമായി ഈ കൊലയാളി ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം കൊല നടന്ന അന്ന് രാവിലെ തന്നെ ഇതുപോലെ സമാനമായ രീതിയിൽ ഇതിനെ ചൊല്ലി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതേ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം ഈ വീട്ടിലെത്തിയ പ്രതി ജിഷയെ വാതിൽ മുട്ടി വിളിക്കുകയും അകത്ത് കയറി വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് കൊലപാതകം നടത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇപ്രകാരമാണെങ്കിൽ വളരെ നേരത്തെ മുതൽ പരിചയമുള്ള ആളാണെങ്കിൽ ഇത് മാത്രമാണോ കാരണം, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. നിരവധി ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നു. ഇയാൾ എപ്പോഴാണ് നാട്ടിലേക്ക് പോയത്, എവിടെയാണ് ജോലി ചെയ്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു മറുപടി നൽകേണ്ടതുണ്ട്. DNA പരിശോധനാ ഫലം വന്നതുകൊണ്ട് മാത്രമാണ് ഇയാൾ ആണ് കുറ്റം ചെയ്തതെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അതിൽ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് വന്നത്, അല്ലെ ഈ കൊലപാതകം സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു മറുപടി ഇപ്പോഴും അന്വേഷണ സംഘം നൽകിയിട്ടില്ല. എന്തായാലും നാളെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ കഴിഞ്ഞോ ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്താ സമ്മേളനം വിശദമായി തന്നെ DGP നടത്തിയാണ്. പ്രധാന പ്രതി പിടിച്ചു എന്ന് പറയുമ്പോഴും നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിലൊക്കെ കൃത്യമായൊരു മറുപടി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഞങ്ങളുടെ പ്രതികളായ ടോബി ജോൺസണും സനൂപ് ശശിധരനും റഹീസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും അന്വേഷി പ്രസിഡന്റ് K അജിതയും. ഇതോടെ ഇന്നത്തെ D-Focus ഇവിടെ സമാപിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയത്ത് കാണാം. ഇനി ഷോമോളുമായി സൈഫ് നിസ ചേരും.